എബ്രഹാം ലിങ്കനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എബ്രഹാം ലിങ്കൻ വളരെ സാധാരണ ഒരു വ്യക്തി ജീവിതം നയിച്ച പിതാവിൽ നിന്നുള്ള മകനാണ്. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായി കടന്നു വരുന്നതിന് ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നേരിട്ട് വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ച വ്യക്തിത്വത്തിന് ഉടമയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അധ്യായമാണ് നാം ഇന്ന് ഒരുമിച്ച് ഷെയർ ചെയ്യുന്നത്. ഒരു ചെരുപ്പുകുത്തിയുടെ മകനായി വളർന്ന എബ്രഹാം ലിങ്കൻ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി അധികാരത്തിലേക്ക് കടന്നു വരുന്ന ആ വേളയിൽ അദ്ദേഹം ഒത്തിരി എതിർപ്പുകൾ നേരിട്ടു. അദ്ദേഹത്തിൻ്റെ എതിരാളി കടന്നു വന്നത് തൻ്റെ പിതാവ് തുന്നിക്കൊടുത്ത ചെരുപ്പ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പാദത്തിലുണ്ടെന്ന് പറഞ്ഞ് ജനസമൂഹത്തിൻ്റെ മധ്യേ അദ്ദേഹത്തെ നിന്ദിക്കുന്നതിന് എതിരാളി തയ്യാറായി. ആ സമയം സ്നേഹത്തോടു കൂടി എബ്രഹാം ലിങ്കൻ പറഞ്ഞു, പിതാവ് തുന്നിത്തന്ന ചെരുപ്പ് നിങ്ങൾ ഇപ്പോഴും അണിയുന്നുണ്ടെങ്കിൽ അത് എത്രയോ മഹത്തരമായിട്ടാണ് പിതാവ് നെയ്തു തന്നത്. അതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ ഞാൻ തീർച്ചയായും തുന്നിത്തരുവാൻ, അതിൻ്റെ കേട് തീർക്കുവാൻ തയ്യാറാണ്. എബ്രഹാം ലിങ്കൻ്റെ ആ വാക്കുകൾ എതിർ സ്ഥാനാർത്ഥിയെ അവിടെ നിഷ്ഫലമാക്കി കളഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, തെരുവ് വിളക്കിൻ്റെയും തെരുവിലിരുന്നും കരിന്തിരി വെട്ടത്തിൽ ജീവിതത്തിൻ്റെ ഉന്നതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പഠനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറി രാജ്യത്തിൻ്റെ പരമാധികാരിയായ എബ്രഹാം ലിങ്കൻ ഇത്രത്തോളം വിനയവും എളിമയും കാഴ്ചവെച്ചു എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഓർക്കുക, നാം അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ചവിട്ടുപടികൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അഹങ്കാരത്തിൻ്റെയും നിന്ദിതമായിരിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രയോഗിക്കാതിരിക്കുവാൻ, അവരെ കൂടെ ചേർത്ത് നിർത്തുവാൻ, അവരെ സാന്ത്വനമാകുവാൻ നാം തയ്യാറാകണം. എബ്രഹാം ലിങ്കൻ നൽകുന്നത് ഇത്തരം മഹത്വകരമായിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന ഒരു മെസ്സേജാണ്. അനുഗ്രഹമാകട്ടെ നമ്മുടെ ഓരോ ജീവിതവും.